അല്ല പറഞ്ഞ പോലെ വൈകുന്നേരം കാണാൻ വേണം. ഇന്ന് മിണ്ടിയിട്ടുണ്ടെങ്കിൽ വായിക്കാത്ത ഞാൻ ചെടിച്ചട്ടി കുത്തി കയറ്റി നോക്കിക്കോ. നാടകക്കാരനായിട്ടാ കൂട്ട് കണക്കായിരിക്കും. തമ്പിയണ്ണന് സമയമല്ല, പുതിയ നാടകം എഴുതാനുള്ള സെറ്റപ്പിൽ പോയേക്കാം തമ്പിയണ്ണൻ. അതിന് മുൻപായിട്ട് അമ്മോ വാമ ഇച്ചിരി മധുരം കഴിക്കാം. മധുരം കഴിക്കാം. ലഡു ലഡു. നമ്മുടെ കൃഷ്ണകുമാറിന്റെ ഭാര്യ സുജ, സുജയുടെ ട്രാൻസ്ഫർ ശരിയായി. അല്ല പിന്നെ അതാണ് ഇപ്പൊ എങ്ങനെയുണ്ട്? നീ എന്തുമാത്രം അവനെ പറഞ്ഞ് ആക്ഷേപിച്ച്. അയ്യോ നേർവഴിക്കുള്ള അല്ലെന്നും എങ്ങനെ ശരിയായി ക്ലീറ്റോ അത് പറ. എന്ത് മിണ്ടാതിരുന്നേക്കില്ല, കനകനൊക്കെ കേൾക്കണ്ടെങ്കിൽ പോ. നല്ല ലഡുവാണല്ലോ, നേർവഴിക്കുണ്ടായതല്ലേ ഇത്. അമ്മ കഴിക്കമ്മ, നിങ്ങൾ ഒന്നോ രണ്ടോ കഴിക്കമ്മ. അതെ ഈ ലഡുവിൽ എനിക്ക് പങ്കില്ല. വേണ്ട, അവരില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ സഹിക്കൂല, നിനക്ക് സഹിക്കൂലെന്ന് എനിക്ക് അറിയാടാ. നീ നോക്കിയോ, വൈകാതെ നിന്റെ ട്രാൻസ്ഫർ അതിന്റെ ലഡുവും കൂടെ ഞാൻ ഇവിടെ വിതരണം. നീ എന്നെങ്കിലും ആദരണം ചെയ്താ ഞാൻ ഈ പഞ്ചായത്ത് ഇപ്പോഴും ലഡു മേടിച്ചു കൊടുക്കാം. ആയിക്കോട്ടെ, എന്നാ നീ അതിനുള്ള പൈസ മാറ്റി വെച്ചോ. എങ്ങനെ ശരിയായി? എടി തങ്കം, വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും ഞങ്ങള് തുടക്കം ഒരു പാർട്ടിയിലായിരുന്നല്ലോ. അന്ന് ഒരു പാർട്ടി, പിന്നെ അതൊക്കെ ഉണ്ട് പുള്ളി. പിന്നെ ഇപ്പൊ അല്ലേ എന്റെ തങ്കം, അന്ന് ഞങ്ങള് പല പരിപാടികളും. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല. പല ഞങ്ങളുടെ ഈ പാർട്ടി സമ്മേളനങ്ങളും ക്യാമ്പുകളിലൊക്കെ ചെറിയ നാടകങ്ങളൊക്കെ ഞങ്ങൾ രാത്രി നടത്തും. അന്ന് ഞാനും ഈ ഇദ്ദേഹമായിട്ട് നാടകം കളിക്കും. അന്ന് ഞാൻ എഴുതുന്ന നാടകങ്ങളൊക്കെ പുള്ളി ചെയ്യും. അങ്ങനെ നാടകം കളിക്കുമ്പോൾ പുള്ളി ഡയലോഗ് പറയുമ്പോൾ ഉണ്ടല്ലോ തെറ്റിക്കും. ഒരു ഡയലോഗ് പറഞ്ഞാൽ 4 തെറ്റാ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ഇങ്ങനെ അടിച്ച് ചന്തിക്കിട്ട് ഇങ്ങനെ പീച്ച് ഇങ്ങനെ എടുക്കും. കുറേ ചത കഴിഞ്ഞ് വരും. പിന്നെ മന്ത്രി ഇപ്പോൾ അല്ല ആയത്. അങ്ങനെ ഏതാണ്ട് ഒരു 1.5 കിലോളം ഇറച്ചി പുള്ളിയുടെ ഇവിടെ നിന്ന് ഞാൻ തന്നെ വെച്ചെടുത്തിട്ടുണ്ട്. തങ്ക, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ, അല്ല തക്കട തുക്കട കാര്യത്തിന് പോയി പുള്ളിയെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ നമ്മുടെ കുടുംബത്തിൽ ഗൗരവമുള്ള ഒരു വിഷയം. 16 കൊല്ലം നീ അവനോട് ജീവിച്ച്, നീ എന്തെങ്കിലും ഈ മന്ത്രിയെ പറ്റി പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടുണ്ടോ? അതെന്തിനാ ഞാൻ കേൾക്കണ? ആവശ്യമുള്ള കാര്യത്തിന് കേട്ടാ പോരെ. കനക നീ പോയി കേടാ. ഇത് നമ്മുടെ സുജയുടെ ഭർത്താവ് കൃഷ്ണകുമാർ വാങ്ങിച്ചെന്ന ലഡുവാണ്. ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. ചെന്നപ്പോ തന്നെ ക്ലീറ്റോനെ മനസ്സിലായോ? അത് വിളിച്ചോ? സെറ്റാക്കി വിളിച്ച ഉടനെ ഫോൺ എടുത്ത് ഫോണിൽ കൊടുത്തതിന് അപ്പം, ക്ലീറ്റോ നീ ഒന്നും വിഷമിക്കണ്ട, ടീച്ചറുടെ അടുത്ത് ഇങ്ങോട്ട് വരാനുള്ള സെറ്റ് എല്ലാം പറഞ്ഞോ, കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. ആ കൃഷ്ണകുമാറാ, ചേട്ടാ ട്രാൻസ്ഫർ ഒക്കെ ശരിയാന്ന് പറഞ്ഞിട്ട് ഉള്ള തന്നെ. ട്രാൻസ്ഫർ ഒക്കെ ശരിയായി. എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിവിടെ വില്ലേജിലും സുജ അങ്ങ് കണ്ണൂരും ആയിരുന്നല്ലോ. അപ്പോൾ മോളുടെ സ്കൂളും ലൈറ്റിങ്ങിനകത്ത് കിടക്കോ, അമ്മയുടെ അസുഖമൊക്കെ ആയിട്ട് ആകെ ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ക്ലീറ്റോ ചേട്ടനെ കണ്ട് ട്രാൻസ്ഫറിന്റെ കാര്യത്തിന് വേണ്ടി മൂവ് ചെയ്ത്. അതൊക്കെ പിന്നെ വെറുതെ ഇറങ്ങിയ അല്ല, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പൈസ കൊടുത്താലോ? ഒരു 25,000 രൂപ കൊടുത്തു. എല്ലാരും വാ, ഇന്നത്തോടെ ഒരു തീരുമാനം നടത്തി. എല്ലാരും അവിടെ കൃഷ്ണ വാ. ട്രാൻസ്ഫർ ശരിയായിട്ടുണ്ട്. 25,000 രൂപ മേടിച്ചു കൊടുത്തായിരുന്നു. 25,000 രൂപ പുള്ളിക്കാരൻ കൈക്കൂലി മേടിച്ചിട്ടുണ്ടേ. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോ പറയും, എന്താണ് പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെയും സുജ കണ്ണൂരും ആയിരുന്നല്ലോ. അപ്പൊ സുജ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം എത്തി. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കേട്ടോ, പറഞ്ഞോളൂ. ഇപ്പോ സുജയ്ക്ക് ട്രാൻസ്ഫർ ആയി തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ ഞാൻ കണ്ണൂരേക്ക് ട്രാൻസ്ഫർ ആയി. അതാണ് പ്രശ്നം. എന്താ വേണ്ടത്? ഈ ട്രാൻസ്ഫർ ഒന്ന് ക്യാൻസൽ ചെയ്ത് എൻ്റെ പൈസ ഒന്ന് തിരിച്ചു തരാൻ പറ്റുമോ ക്ലീറ്റസ്? എൻ്റെ അളി ഒരു നല്ല കാര്യം ചെയ്താലും അത് കുഴപ്പത്തിലേക്ക് കലാശിക്കുള്ളൂ.